ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 26-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് HCF ആൻഡ് LCM. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കേസാണ് ലസാഗു സാഗ എന്ന് പറയുന്നത്. HCFും അതുപോലെ LCMും കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ LCM യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ LCM പെട്ടെന്ന് തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം, LCM അതുപോലെ HCFും ഒരു കാൽക്കുലേഷനിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നേരിട്ട് നമുക്ക് ട്രിക്കിലേക്ക് പോകാം. ഇപ്പൊ HCF ആൻഡ് LCM. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് കാണാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LCM ആൻഡ് HCF ഓഫ് 72 ആൻഡ് 90, അതുപോലെ LCM ആൻഡ് HCF ഓഫ് 30 ആൻഡ് 54. ഈ രണ്ട് നമ്പേഴ്സിന്റെ LCMും HCFും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു മെത്തേഡ് കോമൺ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് ഡിവിഷൻ ചെയ്യും. അത് ഒരു ലോങ് ആയിട്ടുള്ള ഡിവിഷൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് HCFും അതുപോലെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചിട്ട് LCMും എഴുതും. അപ്പൊ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെയല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു ആൻസറിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്ന 72 90 ആണ്. പെട്ടെന്ന് ആലോചിക്കുക, 72ലും 90ലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ. അവിടെ പ്രൈം ഒന്നുമില്ല, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. നമുക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ലാർജസ്റ്റ് നമ്പർ കിട്ടുവാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന ഒരു നമ്പറാണ് 9 അല്ലെ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കോമൺ നമ്പറാണ് 72നെയും 90യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് 9 ആണ്. 9 കൊണ്ട് ചെയ്യുമ്പോൾ 8 ഇവിടെ കിട്ടും, അതുപോലെ ഇവിടെ 10 കിട്ടും. അപ്പൊ നോക്കുമ്പോൾ 8ലും 10ലും ഇനിയും കോമൺ ആയിട്ടുള്ള നമ്പർ കാണാം. 2 ആണ് കോമൺ ആയിട്ടുള്ള നമ്പർ. ഒന്നുകൂടെ ചെയ്യുന്നു, 4 അതുപോലെ 5. ഇനി 4ലും 5ലും കോമൺ ആയിട്ട് നമ്പർ ഇല്ല. ഇവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആൻസർ രണ്ടും ഇവിടെ നിന്ന് തന്നെ കിട്ടും. HCF എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇനി ഒരു നമ്പർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു നമ്പർ തന്നെയായിരിക്കും അതിന്റെ HCF. അതിൽ കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ 9ഉം 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ HCF എന്ന് പറയുന്നത് 9 × 2 = 18. ഇനി ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 18 മനസ്സിൽ വരുവാണെങ്കിൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമുക്ക് HCF 18 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് LCM എങ്ങനെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ്. LCM കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് നമ്പറിനെ ഈ ലാസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പറിനെ ഈ ലാസ്റ്റ് സ്റ്റെപ്പിലുള്ള ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ക്രോസ് ആയിട്ട് വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതായത് 72നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും 90യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ളത് 90 × 4 ആണ്. സോ ആൻസർ ഈസ് 360. ഓക്കെ, അപ്പൊ LCM 360യും HCF 18ഉം ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുക. ഇത് കൂടെ നമ്മൾ ചെയ്ത് നോക്കാം. 30യും 54ഉം ആണ് അല്ലെ. 30നും 54ലും പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. നമുക്കറിയാവുന്നതാണ് 6 ആണ് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, രണ്ടിനെയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 6 ഇവിടെ 5 ടൈംസും അതുപോലെ ഇവിടെ 54ലും 9 ടൈംസും ആണ്. 5ലും 9ലും നമുക്കറിയാം കോമൺ ആയിട്ട് നമ്പേഴ്സ് ഒന്നും ഇല്ല. സംഭവം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക്. അതായത് HCFും LCMും ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. അത് വേറെ മാറ്റമില്ല. ഇനി LCM കണ്ടുപിടിക്കാൻ ക്രോസ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതുപോലെ ഏത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ടുള്ളത് 30 × 9 ആണ്. 30 × 9 ചെയ്യാം. 30 × 9 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 270 കിട്ടും. ഓക്കെ, അപ്പൊ LCMും HCFും ഈസിയായി കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ചെറിയ നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഈ ഒരു ആൻസർ. നമുക്ക് ഈ കോമൺ ഫാക്ടർ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതാണ് HCFും LCMും കണ്ടുപിടിക്കാനുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി കാണുന്നത് വരെ ബൈ.